അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ 5ാമത്തെ പാഠം, അത് അറബി ആണല്ലോ. അപ്പോൾ അത് നമ്മൾ വായിച്ചതിൻ്റെ അർത്ഥം പറയുകയാണ്. അറബി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലഹുമുദ്ദുന്യ വലനൽ ആഖിറ, അവർക്ക് ദുന്യാവും നമുക്ക് ആഖിറവുമാണ്. ദഖല സ്വഹാബിയുൽ ജലീലു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ ഫീ ബൈത്തി. മഹാനായ സ്വഹാബി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വെച്ച് അവിടുത്തെ സന്ദർശിച്ചു. ഫറഅ മൻളറൻ അസ്അജഹു വഅഹ്സനഹു ഹത്താ ദറഫത് ഐനാ, അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും വിധം ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാഴ്ച അവിടെ കണ്ടു. അത് അവരെ വല്ലാതെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. فما كان هذا المنظر الذي أزعجه وأحزنه فأبكى, അവരെ അസംതരാക്കുകയും വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത അവരെ അസ്വസ്ഥരാക്കുകയും വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ കാഴ്ച എന്തായിരുന്നു? ذلك أنه رأى رسول الله صلى الله عليه وسلم مضطجعا على حصير خشن منسوج من خوص كما رآه متوسدا بوسادة من أدم حشوها ليف. ഈത്തപ്പനയോല കൊണ്ട് നെയ്ത പരുക്കൻ പായയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത് അവർ കണ്ടു. അതുപോലെ ഈത്തപ്പന നാര് നിറച്ച തുകൽ തലയണയിൽ തലവെച്ച് കിടക്കുന്നതും അവർ കണ്ടു. ഫമാ കാന ഹുനാലിക ഹശിയത്തുൻ വലാ സരീറുൻ വലാ ഫിറാശുൻ വമാ കാന ഹുനാലിക ലിൽതിജാഇ സയ്യിദുൽ ആലമീന ഇല്ലാ ഹാദൽ ഹസീറുൽ ഖശിൻ. അവിടെ മെറ്റയോ ഹശിയ, കട്ടിലോ സരീർ, വിരിപ്പോ ഫിറാഷ് ഉണ്ടായിരുന്നില്ല. ലോക നേതാവിൻ്റെ വിശ്രമത്തിന് ആ പരുക്കൻ പാഴയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. قد رأى عمر رضي الله عنه في جنب بدنه المبارك آثار هذا الحصير. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവശത്ത് ആ പായയുടെ പാടുകൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അടുത്തത് നളറ ഉമർ റളിയല്ലാഹു അൻഹു ഹവാലൈ فلم ير في بيت حبيب الرحمن صلى الله عليه وسلم إلا قبلة من شعير وأهبا 3 معلقة عند رأسي وقرلا مجموعا عند رجلي. ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റും നോക്കി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിൽ ഒരു പിടി ബാർലി ഷഈർ, തലഭാഗത്ത് തൂക്കിയിട്ടിരിക്കുന്ന 3 തോൽ സഞ്ചികൾ, കാലിനടുത്ത് കൂട്ടിയിട്ട
ചെറിയൊരു തുകൽ കഷ്ണവും അല്ലാണ്ട് മറ്റൊന്നും അവർ കണ്ടില്ല. ജഅല ഉമർ റളിയല്ലാഹു അൻഹു യബ്കി വജഅലത് ഐനാഹു തദ്രിഫാൻ. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വകൈഫ ലാ വഹാദാ സയ്യിദുൽ മുർസലീൻ وحبيب رب العالمين في غاية الفقر والعدم حتى لم يجد فراشا ينام عليه ولا وسادة ناعمة يتوسد بها. പ്രവാചകന്മാരുടെ നേതാവും ലോകരക്ഷിതാവിൻ്റെ പ്രിയപ്പെട്ടവരും അങ്ങേയറ്റത്തെ പ്രിയപ്പെട്ടവരും അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലുമായിരിക്കുമ്പോൾ അവർ എങ്ങനെ കരയാതിരിക്കും? കിടക്കാൻ ഒരു വിരിപ്പോ തലവെക്കാൻ ഒരു മൃദുവായ തലയണയോ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുബ്കീക ഇബ്നുൽ ഖത്താബ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖത്താബിൻ്റെ മകനെ, നിന്നെ കരയിപ്പിക്കുന്നത് എന്താണ്? ഖാല യാ നബിയല്ലാഹ് വമാ ലീ ലാ അബ്കി വഹാദൽ ഹസീറു ഖദ് അസ്സറ ഫീ ജംബിക് വലാ അറാ ഫിൽ ബൈതി ഇല്ലാ മാ അറാ വഫാരിസ് വറൂം ഖദ് വസ്സഅ അല്ലാഹു അലൈഹിം വകിസ്റാ വഖൈസർ ഫി الثمار والأنهار وهم لا يعبدون الله وأنت رسول الله وصفوة يا رسول الله ادعو الله فليوسع على أمتك. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ നബിയെ, ഞാൻ കരയാതിരിക്കുന്നതെങ്ങനെ? ഈ പായ അങ്ങയുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ കാണുന്നതല്ലാതെ മറ്റൊന്നും ഈ വീട്ടിലില്ല. എന്നാൽ ഫാരിസും റോമും അള്ളാഹു അവർക്ക് വിശാലത നൽകിയിരിക്കുന്നു. കിസ്റയും കൈസറും പഴങ്ങളിലും പുഴകളിലുമായി സുഖജീവിതം നയിക്കുന്നു. അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല. അങ്ങയോ അള്ളാഹുവിൻ്റെ റസൂലും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, അങ്ങയുടെ ഉമ്മത്തിന് വിശാലത നൽകാൻ. ലം യർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ ഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫഖദ് കാന യുഹിബ്ബു الزهاد والقناعة لنفسه ولأمته. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംതൃപ്തനായില്ല. തനിക്കും തൻ്റെ ഉമ്മത്തിനും അവിടുന്ന് ഇഷ്ടപ്പെട്ടത് ലളിത ജീവിതവും സംതൃപ്തിയുമായിരുന്നു. ഫജലസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ അഫഫി ഹാദാ അൻത യാ ഇബ്നുൽ ഖത്താബ് അമാ തർളാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. അവിടുന്ന് എഴുന്നേറ്റിരുന്നു ചോദിച്ചു, ഖത്താബിൻ്റെ മകനെ, നീ ഇതാണോ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും എന്നത് നിനക്ക് തൃപ്തികരമല്ലേ? ഖാല ബലാ യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലീ. ഉമർ പറഞ്ഞു, അതേ റസൂലുള്ളാഹ്, എനിക്ക് വേണ്ടി പാപമോചനം തേടണമേ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൻ നാസി ഫി ദുനിയ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഏറ്റവും ലളിതമായി ജീവിച്ച വ്യക്തിയായിരുന്നു. ആശ ഫി ഗായത്തിൽ ബസാതതി വനിഹായത്തിൽ ബദാദ. അങ്ങേയറ്റത്തെ ലാളിത്യത്തിലും വേഷഭൂഷാദികളിൽ
വിനയം കാണിച്ചുമായിരുന്നു അവിടുന്ന് ജീവിച്ചത്. വഖ്താറൽ ആഖിറത അല ദുനിയാ واختار الآخرة على الدنيا كما قال تعالى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. അള്ളാഹു പറഞ്ഞതുപോലെ അവിടുന്ന് ദുനിയാവിനേക്കാൾ ആഖിറത്തെ തിരഞ്ഞെടുത്തു. അവിടെ ആഖിറം എന്നാണ്, തെറ്റിപ്പോയതാ. തീർച്ചയായും പരലോകം അങ്ങേക്ക് ഇഹലോകത്തെക്കാൾ ഉത്തമമാണ്. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകുന്നതാണ്, അപ്പോൾ നിങ്ങൾ തൃപ്തിപ്പെടും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ളുഹയിൽ കാണാവുന്ന ആയത്തുകളാണിത്. അവസാനിപ്പിക്കുകയാണ് പാഠം. ഖാലൽ ഇമാമുൽ ബൂസൂരി റഹിമഹുല്ലാഹ്, ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമൻ യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലാഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി വമൻ യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലാഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. പഠിക്കണം. വമൻ യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലാഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ആരെങ്കിലും തൻ്റെ ആഖിറത്തെ ദുനിയാവിന് വേണ്ടി വിറ്റാൽ, വമൻ യബിഉ ആജില മിൻഹു ബിആജിലിഹി, ദുനിയാവിന് വേണ്ടി ആഖിറത്തെ വിറ്റാൽ, വിൽപ്പനയിലും ഇടപാടിലും അവൻ വലിയ നഷ്ടമാണ് സംഭവിക്കുക. വിൽപ്പനയിലും ഇടപാടിലും അവന് വലിയ നഷ്ടമാണ് സംഭവിക്കുക. യബില്ലാഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹിലതി അദിരിക്നി യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. അവിടുന്ന് ജീവിച്ചു, ലളിതമായി ജീവിച്ചു. അല്ലാഹ് എല്ലാം തരാമെന്ന് ഏറ്റിട്ടും ഉഹുദ് മലയെപ്പോലും സ്വർഗമായി കൈകൾ തരാമെന്ന് പറഞ്ഞപ്പോഴും അവിടുന്ന് വേണ്ടെന്ന് വെച്ചു. സാധുക്കളായ ഞങ്ങളെക്കുറിച്ചോർത്ത്, അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങളെ ഏറ്റെടുക്കണേ, അവിടുന്ന് ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളായി ഞങ്ങളെ സ്വീകരിക്കണേ. പടച്ച റബ്ബേ, നിന്റെ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് കൊണ്ട് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സർവ പാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ഖബറാളികളുണ്ട്, ഉപ്പമാരായി ഉമ്മമാരായി വല്ലുമ്മമാരായി വല്ലുപ്പമാരായി, രക്തബന്ധത്തിലും കെട്ടുബന്ധത്തിലും അയൽവാസികളിലും നാട്ടുകാരിലും ഇഷ്ടജനങ്ങളിലും അവരെ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദദ് നൽകണേ അല്ലാഹ്. അവരോടും ഞങ്ങളോടും സർവ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പമാരെ കുരുത്തവും പൊരുത്തവും ലഭിച്ച മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്കോ ഞങ്ങളെ ഉപ്പമാർക്കോ മാരകമായ രോഗം നൽകല്ല റബ്ബേ. ഞങ്ങൾക്ക് മാരകമായ രോഗം നൽകി ഞങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ കരങ്ങൾ ഏൽപ്പിച്ച്
അവരെ കഷ്ടപ്പെടുത്തല്ല റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് കൊണ്ട് ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.